ഗാസയിൽ വീണ്ടും യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രായേൽ നീക്കം. ആദ്യഘട്ടത്തിൽ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുന്നതിൻ്റെ ഭാഗമായി ഗാസയിലേക്കുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കാനാണ് കഴിഞ്ഞ ദിവസത്തെ സെക്യൂരിറ്റി ക്യാബിനറ്റ് തീരുമാനിച്ചത്. അതിനു പിന്നാലെ വലിയ തോതിലുള്ള ആക്രമണം ഗാസയിലെ ഹമാസിനെതിരെ നടത്താനുള്ള നീക്കവും ഇസ്രായേൽ തുടങ്ങിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അമേരിക്കയിൽ നിന്ന് മുൻ ബൈഡൻ ഭരണകൂടം തടഞ്ഞുവെച്ച മാരക പ്രഹരശേഷിയുള്ള ടൺ കണക്കിന് പൗണ്ട് ഭാരമുള്ള ബോംബുകൾ ഇസ്രായേലിന് വിട്ടു നൽകാൻ ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്ക തീരുമാനിച്ചിരുന്നു. അത്യാധുനികമായ ആയുധങ്ങളുടെ കൈമാറ്റം അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കുമെന്നുള്ള വിവരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക നൽകുന്ന അത്യാധുനിക ആയുധങ്ങളുടെ സഹായത്തോടുകൂടി ഗാസയിൽ ഹമാസിനെതിരെ രണ്ടാം ഘട്ട യുദ്ധം, അത് ഹമാസിന്റെ അന്ത്യം ഉറപ്പിക്കുന്നത് വരെ നടത്താനാണ് ഇസ്രായേലിന്റെ തീരുമാനം. വെടിനിർത്തലിന്റെ ആദ്യഘട്ടം തുടരുന്നതിനും പരമാവധി ബന്ദികളെ വിട്ടയക്കുന്നതിനുമുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വച്ചത്. ഇസ്രായേലിന്റെ നിർദ്ദേശത്തിന് പരിപൂർണമായ പിന്തുണ അമേരിക്ക നൽകിയെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ 34 ബന്ദികളെ വിട്ടയക്കാനും അതിനു പകരമായി 1800-1900 യുദ്ധക്കുറ്റവാളികളെ ഇസ്രായേൽ കൈമാറാനുമായിരുന്നു ധാരണയുണ്ടായിരുന്നത്. തുടർന്ന് 6 ആഴ്ച കഴിയുമ്പോൾ രണ്ടാം ഘട്ടം പുനരാരംഭിക്കാനുള്ള നിർദ്ദേശവും നേരത്തെ ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായി രണ്ടാം ഘട്ടം സംബന്ധിച്ച ചർച്ചകൾ കഴിഞ്ഞ ആഴ്ച നടക്കേണ്ടിയിരുന്നതാണ്. അതേസമയം ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ പുതിയൊരു നിബന്ധന മുന്നോട്ട് വെച്ചത്. ഒന്നാം ഘട്ടം തുടരാനും ഒന്നാം ഘട്ടത്തിൽ തന്നെ പരമാവധി ജീവനോടെയുള്ള ബന്ദികളെ ഇസ്രായേലിൽ എത്തിക്കാനുമാണ് ഇസ്രായേൽ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശം ഹമാസിന് മുന്നിൽ, ഈ ചർച്ചകളിലെ മധ്യസ്ഥർക്ക് മുന്നിൽ ഇസ്രായേൽ വയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇതൊരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു ഹമാസിൻ്റെ നിലപാട്. കാരണം രണ്ടാം ഘട്ടം ആരംഭിച്ചാൽ മാത്രമേ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വടക്കൻ ഗാസയുടെ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ പൂർണ്ണമായും ഇസ്രായേലി സേന അതിർത്തിയിലേക്ക് മാറുകയുള്ളൂ. ഇത്തരത്തിൽ ഇസ്രായേലി സേന ഫിലാഡൽഫി ഇടനാഴിയിൽ നടക്കം മാറി ഗാസയുടെ അതിർത്തി പ്രദേശത്തേക്ക് പോയാൽ മാത്രമേ ഹമാസിന് യഥേഷ്ടം ഫിലാഡൽഫി ഇടനാഴി വഴി ആയുധങ്ങൾ കടത്തുന്നതിനും മറ്റ് സാധന സാമഗ്രികൾ ഗാസയിലേക്ക് എത്തിക്കുന്നതിനും കഴിയുകയുള്ളൂ. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ തീർത്തു പറഞ്ഞു. ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഉടനൊന്നും ഇസ്രായേലി സേന പിന്മാറില്ല. കാരണം ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഭാവി കൂടി കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇസ്രായേൽ സ്വീകരിച്ചത്. ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേലിനെ സംബന്ധിച്ച്, ഹമാസിനെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ ഇടമാണ്. 14 കിലോമീറ്ററോളം നീളമുള്ള ഈ പാത വഴിയാണ് നേരിട്ട് ഗാസയിൽ നിന്നും ഈജിപ്തിലേക്ക് കടക്കാൻ കഴിയുന്നത്. ഇറാൻ നിർമ്മിച്ച് നൽകുന്ന ആയുധങ്ങൾ ഈജിപ്റ്റ് വഴി ഇത്രയും കാലം ഗാസയിൽ ഹമാസിൻ്റെ പക്കലെത്തിയിരുന്നത് ഈ ഫിലാഡൽഫി ഇടനാഴി വഴിയാണ്. അതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ ഒരു മധ്യഘട്ടത്തിൽ ഫിലാഡൽഫി ഇടനാഴിയുടെ പരിപൂർണമായ നിയന്ത്രണം ഇസ്രായേലി സേന പിടിച്ചെടുത്തത്. ആ നിയന്ത്രണം ഇനി ഒരിക്കലും വിട്ടുകൊടുക്കേണ്ടതില്ല എന്നാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. യുദ്ധാവസാനവും യുദ്ധാനന്തരവും ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേലിന് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അമേരിക്കയ്ക്കായിരിക്കും. കാരണം ഒരിക്കൽ കൂടി ആ ഇടനാഴിയുടെ നിയന്ത്രണം ഹമാസിന് വിട്ടു നൽകിയാൽ വീണ്ടും പഴയ അവസ്ഥയാകുമെന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാം. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാർ ആകെ അനിശ്ചിതത്വത്തിലായി നിൽക്കുന്നത്. മാർച്ച് മാസം 2-ാം തീയതി മുതൽ രണ്ടാം ഘട്ടം ആരംഭിക്കേണ്ടിയിരുന്നതാണ്. എന്നാൽ രണ്ടാം ഘട്ടം ആരംഭിക്കാൻ വരട്ടെ, ഒന്നാം ഘട്ടം തുടരൂ. ഒന്നാം ഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി ബന്ദികളെ ജീവനോടെ ഇസ്രായേലിലേക്ക് എത്തിക്കാം. രണ്ടാം ഘട്ടം അതിനുശേഷം ചർച്ച ചെയ്ത് ആരംഭിക്കാമെന്നാണ് ഇസ്രായേൽ നിലപാട്. ഈ നിലപാട് ഇസ്രായേൽ മധ്യസ്ഥരായ ഖത്തറിനോടും ഈജിപ്തിനോടും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് എന്നത് ഈ നിലപാടിനോട് അമേരിക്ക പരിപൂർണമായി പിന്തുണ അറിയിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മിഡിൽ ഈസ്റ്റിൻ്റെ എൻവോയ് സ്റ്റീവ് വിറ്റ്ഹോക്ക് നേരിട്ട് ഈ ചർച്ചകളിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെതല്ല, സ്റ്റീവൻ വിറ്റ്ഹോക്കിൻ്റെതാണ് ഈ നിർദ്ദേശം എന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അറബ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഒരു കാരണവശാലും ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറരുത് എന്ന നിർദ്ദേശമാണ് ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുന്നത്. കാരണം ഗാസ എന്നതിനെ പൂർണ്ണമായും പാലസ്തീൻ മുക്തമാക്കുക എന്ന ലക്ഷ്യം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെതാണ്.
ഗാസയെ ഏറ്റെടുക്കും അമേരിക്ക എന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനോട് വലിയ വിയോജിപ്പാണ് ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ നടത്തിയത്. ആ ഘട്ടത്തിൽ അല്പമൊന്ന് സംയമനം പാലിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അതിൻ്റെ അർത്ഥം ഗാസ ഹമാസിന് വീണ്ടും പൂർണ്ണമായി വിട്ടു നൽകുമെന്നോ ഗാസയുടെ നിയന്ത്രണം പാലസ്തീൻ അതോറിറ്റിക്ക് നൽകുമെന്നോ അല്ല. ഗാസയിൽ നിന്ന് ഇനി ഒരിക്കലും ഇസ്രായേൽ പിന്മാറില്ല. ഗാസയിൽ ഇസ്രായേലിൻ്റെ കൃത്യമായ നിരീക്ഷണമുണ്ടാകും. വേണമെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്ത ശേഷം ഗാസ കുടിയിറക്കിക്കൊണ്ട് ഗാസയിലെ പാലസ്തീനികളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് അമേരിക്ക ആ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള സാഹചര്യവും ഇപ്പോൾ മുന്നിലുണ്ട്. എന്തായാലും 6 ആഴ്ചക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം, വെടിനിർത്തലിന് ശേഷം വീണ്ടും ഗാസയിലേക്ക് ആക്രമണത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ എന്ന വിവരമാണ് ഏറ്റവും പ്രധാനമായുള്ളത്. ആ യുദ്ധത്തിന് മുന്നോടിയായി ഗാസയിലേക്കുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുകയാണ്. ഗാസയിലെ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമാണ് ഇസ്രായേലിൻ്റേത്. ആയുധങ്ങൾ അനവധി അമേരിക്ക നൽകിക്കഴിഞ്ഞിരിക്കുന്നു. 2ാം ഘട്ട യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തങ്ങളുടെ ആയുധപ്പുരകൾ നിറയ്ക്കുകയാണ് ഇസ്രായേൽ സേന. ഇനിയൊരു യുദ്ധം ആരംഭിച്ചാൽ ഹമാസിൻ്റെ അന്ത്യം കണ്ട് മാത്രമേ ആ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥ വഹിച്ചിരുന്ന ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെ നിലപാടാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ആദ്യ 6 ആഴ്ചക്കാലത്തെ വെടിനിർത്തൽ കരാറിൽ 34 ബന്ദികളെയാണ് ഇസ്രായേലിന് വിട്ടു നൽകേണ്ടത്. അതിൽ 33 പേർ ഇതിനകം തന്നെ ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അതിൽ 8 പേരുടെ മൃതശരീരമാണ് ഇസ്രായേലിന് ഹമാസ് കൈമാറിയത്. അതുമാത്രവുമല്ല, ബന്ദികളെ മോചിപ്പിക്കുന്ന സമയത്ത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ തെറ്റുകളും വലിയ ചട്ടലംഘനങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് 4 ബന്ദികളുടെ മൃതശരീരങ്ങൾ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ മൃതശരീരങ്ങൾ കൈമാറിയ ഘട്ടത്തിൽ പോലും അതിനോട് കനത്ത അനാദരവാണ് ഹമാസ് കാണിച്ചത്. ഇത് കൂടാതെ ബന്ദികളെ ജീവനോടെ കൈമാറുന്ന ഘട്ടത്തിൽ റെഡ് ക്രോസിൻ്റെ മുന്നിൽ വെച്ച് പോലും ബന്ദികളെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്ത സമീപനങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ മധ്യസ്ഥത വഹിച്ച ഖത്തറിനും ഈജിപ്തിനും ഇപ്പോൾ അവരുടെ പഴയ വോയിസ് ഇല്ലാതായിരിക്കുന്നു. കാരണം ഹമാസിൻ്റെ ക്രൂരത ലോകം മുഴുവൻ ഇതിനകം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു കുടുംബത്തിലെ 3 പേരെ, അമ്മയും 2 പിഞ്ചു കുട്ടികളെയും, അതിൽ 9 മാസം മാത്രമായ പിഞ്ചു കുട്ടിയെപ്പോലും അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് ഇസ്രായേൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി. അപ്പോൾ ഹമാസിൻ്റെ ഭീകരന്മാർ എത്രത്തോളം ക്രൂരന്മാരാണ്, അവരുടെ ക്രൂരതയുടെ ഏറ്റവും വലിയ വ്യാപ്തി ഇത് കൃത്യമായി ലോകം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഹമാസിനെ വളരെയധികമൊന്നും പിന്തുണയ്ക്കാൻ ഖത്തറിനോ ഈജിപ്തിനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാറിൻ്റെ 2ാം ഘട്ടത്തിന് തയ്യാറല്ല എന്ന ഇസ്രായേൽ നിലപാട്, അമേരിക്കൻ നിലപാട് ഖത്തറിനും ഈജിപ്തിനും അംഗീകരിക്കേണ്ടി വരും. ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തി 1ാം ഘട്ട വെടിനിർത്തൽ കരാർ തുടരണമെന്നുള്ള നിർദ്ദേശമായിരിക്കും ഖത്തറും ഈജിപ്തും ഇനി നൽകുക.